ഞാൻ ആദരിക്കുന്നവർ, ഞാൻ സ്നേഹിക്കുന്നവർ, ഞാൻ പഠിച്ച എൻ്റെ ഈ പഠന ശൃംഖലയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തിയതായി നമ്മൾ കണ്ടില്ല. വിധേയാണെന്നല്ല പറഞ്ഞത്. ഞാൻ കൃത്യമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിധേയ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ചില നയങ്ങൾ, നിലപാടുകൾ, സ്വാഭാവികമായി അത്തരം ചില തെറ്റിദ്ധാരണകൾക്ക് ഉണ്ടാകുന്ന വിധത്തിലുള്ള സമീപനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ സംവിധാനത്തിനകത്തുണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? നേരത്തെ സ്വാഗത ഭാഷത്തിൽ പറഞ്ഞതുപോലെ ഫിഖ്ഹുൽ മുയസ്സർ, ഞാനത് വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ പറഞ്ഞപ്പോഴും എത്ര ലളിതമായിട്ടാണ് കേൾക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലല്ലേ ഇന്നലെയും ആവശ്യം പറഞ്ഞത്? ഏതാണ് പറയുന്ന ഫിഖ്ഹുൽ മുയസ്സർ എന്ന് പറയുന്ന അയാൾക്കറിയാം. എന്നാൽ ആവശ്യം കൃത്യമായി പറയാം. ഇന്ന കാലത്ത് ഈ പറയപ്പെടുന്ന ഫിഖ്ഹുൽ മുയസ്സർ ഓതി പഠിപ്പിച്ചിട്ടുണ്ട്, പഠിച്ചവരുണ്ട്, പഠിപ്പിച്ചവരുണ്ട്. നിഷേധിക്കാൻ കഴിയോ? നിഷേധിക്കാൻ കഴിയോ? നിഷേധിക്കാൻ കഴിയുമോ? പക്ഷേ അതിനെ മറ്റൊരു വിധത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക. സർവ്വത സൗലത്തിന് പല ഘട്ടങ്ങളും പറഞ്ഞു. ഏതോ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു വിഷയം വന്നു. പക്ഷേ ആ വിഷയത്തിൽ ആദ്യം പറഞ്ഞു അങ്ങനെ സിലബസിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല, അങ്ങനെ ഒരു സംഗതിയില്ല. കൂടെയുള്ള പല വാക്കുകളും പഠിച്ചവർക്ക് അത് പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭാഗികമായിട്ട് അങ്ങനെ പല വേഷങ്ങളിലായി അടുത്ത കൂടെ പോലും പോയിട്ടില്ല, തീരെ പഠിപ്പിച്ചിട്ടില്ല എന്ന വിഷയത്തെ അത്യാവശ്യം മറ്റ് ചരിത്ര പുസ്തകങ്ങളൊന്നും കിട്ടാതിരിക്കുമ്പോൾ അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് വന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ആദ്യമേ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, സിലബസിൽ അങ്ങനെ ഒന്നില്ല എന്ന് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? അത് പറഞ്ഞതുകൊണ്ടല്ലേ സമൂഹം അതിന് വിരുദ്ധമായി പ്രതികരിക്കേണ്ടി വന്നത്? ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഈ സർവ്വസൗലത്ത് പറയുന്നതിനിടയിൽ പറഞ്ഞു ബഹുമാനായ ഇബ്രാഹിം ഫൈസി പേരാൽ അതിന്റെ പബ്ലിഷിംഗ് ബ്യൂറോ, ഈ CIC പബ്ലിഷിംഗ് ബ്യൂറോയുടെ ചെയർമാനാണ്, അദ്ദേഹം അത് പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ അഭിമാനത്തോടെ പറയാണ്. ഈ സർവ്വസൗലത്ത് അദ്ദേഹം പഠിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെയും വരിക. അദ്ദേഹം അത് കൃത്യമായി അത് മനോഹരമായി ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കിയും പറയേണ്ടതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ വാഫിമാർ വളരെ കൃത്യമായി ഈ സമൂഹത്തോട് ഇത് നേരെ പറയാൻ കഴിയുന്നവരായി മാറിയത്. നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും. അല്ലെങ്കിൽ തന്നെ ആ വിഷയത്തെ നമ്മൾ ആധികാരികമായിട്ട് പഠിച്ചാൽ ആ പുസ്തകം ഉസ്താദും തമ്മിലുള്ള ബന്ധത്തെ എന്തിനാണ് ഈ സമൂഹത്തിലേക്ക് എങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്, അവരുടെ റോളൊക്കെ നമ്മൾ വിശദമായി പറയണമെങ്കിൽ, വേണമെങ്കിൽ ആ പബ്ലിഷിംഗ് ബ്യൂറോയുടെ അക്കാലത്തെ കഥകളൊക്കെ പറയണമെങ്കിൽ ആവശ്യമാണെങ്കിൽ പിന്നീട് പറയാം. പക്ഷേ ഞാൻ പറയുന്നത് സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ഞങ്ങൾ ശരിയാണ് എന്ന് തെറ്റായ വിവരങ്ങൾ, അങ്ങനെ ഉണ്ടല്ലോ അവതരണം, തെറ്റായ വിവരങ്ങൾ ശരി പറയുന്നത് പോലെ പറയുക. വാസ്തവത്തിൽ ഇന്നലെയും നടന്നത് അത്തരം കാര്യങ്ങളാണ്. ഇതിന്റെ പിന്നിൽ അലുമിനി എന്ന് പറയുന്ന വാഫികളുടെ കൂട്ടായ്മ, ആ വാഫികളുടെ കൂട്ടായ്മ ഈ വിഷയത്തെ വശലാക്കിയതിൽ അവർക്ക് വലിയ റോളുണ്ട്. ഇതിനെങ്ങനെ സമൂഹത്തിനിടയിൽ അലക്കുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. ആ പങ്കിന് അവർ സ്വീകരിച്ച ശൈലികൾ, മാർഗ്ഗങ്ങൾ നിന്ദ്യമായ മാർഗ്ഗങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന പല വിഷയങ്ങളും സമൂഹത്തിനിടയിൽ നമ്മിൽ നിന്ന്, നമ്മുടെ ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് സമൂഹം പല ആരോപണങ്ങളും ഉന്നയിക്കേണ്ടി വന്നത്. സിലബസിലെ പുസ്തകങ്ങളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, അസംബ്ലിയിലെ ആശയങ്ങൾ പങ്കുവെക്കുന്നിടത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളുടെ പല വാക്കുകളും നമ്മളോട് അത് പങ്കുവെക്കാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ അതിന്റെ ആശയതരങ്ങൾ നമ്മിലേക്ക് ചേർന്നിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയാം? ഏറ്റവും അവസാനമായി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് വരുന്ന ആളുകൾ പറയുന്നത് കൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കാളികാവിലെ PG ശരിയയിൽ പ്രധാനാധ്യാപകനായി ഡോക്ടർ യൂസഫ് അസരി എന്ന് പറയുന്ന ഒരു അധ്യാപകർ, ഒരു പണ്ഡിതൻ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നു. വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം നേരെ മാറുന്നത് ആലുവയിലെ ജമാഅത്ത് കോളേജിലേക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കൂലേ? അത്തരം തെറ്റിദ്ധാരണകളുടെ പുറത്തുനിന്നുകൊണ്ട് സമൂഹത്തിന് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുമ്പോൾ ആവശ്യം ക്ലാരിറ്റി ചെയ്യുമ്പോൾ അത് തിരുത്തി നേരാവഴിയിൽ വരികയായിരുന്നു വാസ്തവത്തിൽ വേണ്ടിയിരുന്നത്. അതായിരുന്നു നമുക്ക് പ്രതീക്ഷിച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് സുദീർഘമായി ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല.